ഉണ്ടാക്കി നോക്കട്ടെ, കറക്റ്റ് ആവൂല്ലേന്ന് അറിഞ്ഞൂടാ. എന്നിട്ടാ ഫുഡ് കഴിച്ചു നോക്കട്ടെ. അടുത്തെന്ന് പറഞ്ഞാൽ ഇത് മൊബൈൽ കൊണ്ട് ചാർജ് ചെയ്യാൻ പോകണം. പിന്നെ ബാക്കി കമ്പ്യൂട്ടർ ബേസ് ചെക്ക് ചെയ്ത് കുഴപ്പമില്ല, സെറ്റാണ് ബാക്കിയില്ല. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ വന്ന് നോക്കുക. അത് തന്നെ റോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നോക്കട്ടെ. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലെവലിൽ കാരണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമോ? നോർമലുള്ള തന്നെ ഏകദേശം ടൈമായി. ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സെറ്റ് ആയിട്ടല്ല. എന്തോ ഒരു ഗുഡ് ഫീൽ ആവണില്ല ബോഡി. ഒരു ഉഷാറില്ലാത്തല്ലോ, ഒരു മടി. ഇന്ന് സൂര്യൻ നേരത്തെ അടിച്ചോളൂ തോന്നുന്നു. ഇവിടത്തെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടെന്നൊക്കെ അറിയണം. എന്തൊരു പാടാ. അടിച്ച് പൊളിക്കുകയായിരിക്കും നിങ്ങളൊക്കെ. പോയി ചെടിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഇത് വേണ്ട, എല്ലായിടവും അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കുറെ തൊഴിഞ്ഞു ഇവിടെയൊക്കെ. എന്നാലും ഇത് സൈസ് ഉണ്ട് കേട്ടാ മറ്റേനേക്കാളും. അതാണ് കാര്യങ്ങൾ. ഇനി ഞാൻ പോയി ഒന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ. എല്ലൊക്കെ തേച്ച് ശരിയാക്കിയാണ് ഞാൻ. റെഡിയാവണ സമയം കൊണ്ട് വെജിറ്റബിൾസ് ഫുള്ള് കട്ട് ചെയ്ത് അരിയും കഴുകി വയ്ക്കണം. എന്നിട്ട് കോഫി ഉണ്ടാക്കി ഇത് കുടിച്ചതിന് ശേഷം ബാക്കി അപ്പോഴത്തേക്കും മനസ്സിലല്ലേ അരി വയ്ക്കും. അതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കി ഇനി ഇത് കഴിക്കണം. പിന്നെ റൈസും വെച്ചിട്ടുണ്ട്. ഇപ്പം റൈസൊന്ന് റെഡിയായി, ഇത് കഴിച്ചിട്ട് ഇന്ന് റൈസും റെഡി ആകുമ്പം കറി ഉണ്ടാക്കണം. അതിനുള്ള എല്ലാം കട്ടും ചെയ്ത് വെച്ച് കഴിഞ്ഞു. വെള്ളം ഒഴിച്ച് കേട്ടോ, വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്നാൽ വല്ലതും കിട്ടുമെന്ന് ചോദിച്ചില്ല, കാണാൻ വേണ്ടി രസമുള്ള. ഇപ്പോൾ പൂ മാത്രമുണ്ട്, നട്ടത് വേറെ എന്തിനുമാണ്. കിട്ടിയതൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. കഴിച്ചിട്ട് വേണം. കറി ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. അതൊന്നും ആയില്ല, അത് തിളക്കിട്ടിന്. അപ്പോഴത്തേക്ക് ഇതൊന്നും ഞാൻ കഴിക്കാം. ഈ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വീണ്ടും അടുത്തെന്ന് പറഞ്ഞാൽ പോയി ഒന്ന് ഫുഡ് കഴിക്കും. വിശക്കണം, കഴിക്കട്ടെ. കയറാണ്, ടൈം ആവാറായി. ഇന്ന് വെള്ളിയാഴ്ച, വ്യാഴം ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് അവിടെ കിടക്കുകയല്ലേ. അല്ലെങ്കിൽ ചെറുതായിട്ട് മറ്റേ ഇത് ചെയ്ത് പറഞ്ഞു പൊടിയെല്ലാം ഉണ്ടെങ്കിൽ നോക്കാം അങ്ങനെയാണെന്ന്. പിന്നെ ഇതൊക്കെ എടുത്ത് ചെയ്താലും കാര്യമില്ല, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റൂല. നോക്കട്ടെ എങ്ങനെയാണോ നോക്കട്ടെ. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇന്ന് സൂര്യനെ കാണാനുമില്ല. ഞാനും പോയി എല്ലാം ഒന്ന് നോക്കട്ടെ. സിസ്റ്റം ബേസ് കുറച്ച് കഴിഞ്ഞിട്ടേ തൊടുള്ളൂ. അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കട്ടെ. വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ടോട്ടലി പോയി കിടക്കുക. അപ്പോൾ ഫുള്ള് ഇവിടെ വന്ന് കിടക്കും. 7 മണി തൊട്ട് എൻ്റെ കയ്യിൽ തന്നെ ഫുള്ള് കൺട്രോൾ. അവൻ്റെ ഇവിടെ ക്ലീൻ ചെയ്യുക. അവൻ എനിക്ക് അപ്പുറത്തെ സൈഡാണ്. അപ്പുറത്തെ സൈഡ് ഇപ്പോൾ ചെയ്യാൻ പറ്റൂല. നോക്കാം, വരട്ടെ. എല്ലാം റെഡിയായി. അടുത്ത ആഴ്ച എല്ലാം റെഡിയാകുമെന്ന് തോന്നുന്നു. ഒന്നുമില്ല കേട്ടോ, ഇങ്ങനെയാണ് പോയെത്തിക്കോളൂ. ഇതൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളതിനും കൺട്രോൾ ഇല്ല. കുറച്ച് ഒന്നേ ഉള്ളൂ. അത് ചുവര് ഉപയോഗം വരും. അതിന് അത് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബൈ സെല്ല്. പക്ഷെ ഇത് ഭയങ്കര മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം അങ്ങനെ തന്നെ, എല്ലാം ഇത്തിരി നല്ല മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. USD മാത്രം ഡിലേ. ഗോൾഡും നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു, അല്ല സിൽവർ. പിന്നെ ഇത് ഓയില്, പെട്രോൾ, ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട് അനാലിസിസ്. നോക്കാം. താഞ്ഞുപോയി. ഞാൻ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കാണിച്ച അതേ ഷൊട്ടത്തരമാണ് കാണിച്ചത്. വെയിറ്റ് ചെയ്തില്ല. ഞാൻ മറ്റേ ഗാംബ്ലിങ് കളിക്കാൻ വന്നതുപോലെ കളിച്ചു കൊടുത്തു. അയ്യോ, ട്രേഡർ അല്ല ഗാംബ്ലറായിപ്പോയി ഞാൻ. അയ്യോ, ചിരിച്ചോണ്ട് കരഞ്ഞോണ്ട് ചിരിക്കണമെന്ന് അറിഞ്ഞോളൂ. മണ്ടത്തരം. 3 റൂളാണ് ഒരാട്ടിയിൽ ബ്രേക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന റൂളിലെ 3 എണ്ണമാണ് ഒരാട്ടിയിൽ ഞാൻ ബ്രേക്ക് ചെയ്തത്. കാര്യമില്ല, കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഗാംബ്ലിങ് മൈൻഡ് സെറ്റ്. പിന്നെ മാർക്കറ്റിനെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോയത്, ആൾറെഡി ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവരെയും വെയിറ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യണം. അതും വിഗ് വരാൻ പാടില്ല. ഇത്രയും വലിയ വിഗൊന്നും വരാൻ പാടില്ല. ഇത് നല്ല വിഗാണ്. അടുത്ത ക്യാൻഡിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നോക്കണം. എൻ്റെ ഫുള്ള് മണ്ടത്തരമാണ്.
മാർക്കറ്റിനെ ചേസ് ചെയ്യാൻ പോകണം, അതാണ് കിട്ടിയത്. പിന്നെ ഒരു ഗ്യാംബ്ലിംഗ് മൈൻഡ് സെറ്റ് അതും കൂടി മാറ്റിയെടുക്കണം. അത് തന്നെ എൻ്റെ ഉള്ളത്. ഒരു എഴുത്ത് ചാട്ടം, ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുകയുള്ളൂ, അങ്ങനത്തെ ഒരു തിങ്കിങ്സാണ്. പിന്നെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കാര്യമില്ല. നമ്മൾ ഇതിനകത്ത് വന്നിട്ട് കാര്യമില്ല. അല്ലാതെ ഞാൻ ഇപ്പം ചെയ്യണ സിറ്റുവേഷനാണ് എല്ലാവരും ചെയ്യണത്. ഒന്നും കാണാത്തത് കയ്യിൽ. ലാസ്റ്റ് നമ്മളൊരു ലോ സെറ്റ് ചെയ്ത് ആ ലോയരെ പിറകി നിൽക്കണം. അതാണ് കഴിവ്. അതാണിപ്പോൾ ആർക്കും ഇല്ലാത്തത്. ഞാൻ അതുണ്ടാക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം, സെറ്റാവും. കമേ പ്രോയാ. നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയും വരാനില്ല. ഒരെണ്ണം എടുത്തത് 8 നില പൊട്ടി. വെപ്രാളം കൊണ്ട് എടുത്തത് അത് പൊട്ടി. ഇനി അടുത്ത ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഡ്രിൽ ചെയ്ത് മേളിൽ കയറ്റുക. സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വെച്ചിട്ടേ പയ്യെ കയറ്റുക. അത് നോക്കട്ടെ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഫുള്ളാകുമ്പോൾ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട്. മാർക്കറ്റിൽ നിന്ന് ഇന്നും പണിയിട്ട് പോയി. ഇന്നെൻ്റെ മിസ്റ്റേക്കല്ല, എനിക്ക് എടുത്ത സ്ഥലമേ തെറ്റായിരുന്നു. ഒരെണ്ണം മാത്രമേ എൻ്റെ മിസ്റ്റേക്കുള്ളൂ. ദിവസം പോക്കാം, രണ്ടും പോയി. കാൽക്കുലേറ്റ് ലോസ് അല്ലെങ്കിൽ റിസ്ക് ആണതൊക്കെ. ഇനിയിപ്പോൾ എല്ലായിടം ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല. ഇവിടെയും കുഴപ്പമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ പോയി മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ അത് തന്നെയുള്ളൂ കാര്യം. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാൽ ട്രേഡിങ് ഫുള്ള് എടുക്കുന്ന ഫുള്ള് തെറ്റായിപ്പോവും. ഡിസിഷൻ ഫുള്ള് തെറ്റായിപ്പോവും. വെപ്രാളം കൊണ്ടാണോ അതോ ടൈമിങ് ശരിയല്ലാത്തതാണോ? വെയിറ്റ് ചെയ്യാം. ഇനി 2 ദിവസത്തേക്ക് തുടങ്ങാമല്ലോ. മാർക്കറ്റ് വന്ന് നോക്ക മാത്രമേ ഉള്ളൂ. മാർക്ക് ചെയ്ത് മാത്രമേ ഇടുകയുള്ളൂ. അതാണ് നല്ലത്. ഞാൻ ബൈയും സെല്ലും കാണിക്കൂല, മാർക്ക് ചെയ്ത് മാത്രം ഇട്ടേ. ഇടയ്ക്ക് മാർക്കറ്റിന് ഇടയിൽ കൂടി ചുമ്മാ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതിലാണ് ഇന്നൊരെണ്ണം ലോസായത്. ഞങ്ങൾക്ക് അത് ലോസേ ആവൂലായിരുന്നു. എടുത്തു ചാടി വാങ്ങിച്ചതാണ് ഇത് ക്രൂഡ് ഓയിൽ. എൻ്റെ തെറ്റാ. ഇതിനകത്ത് പോയി മീറ്ററിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ ഫോട്ടോ കൂടി എടുക്കാവുള്ളൂ. 7 വർഷം പണ്ട് ഗെയിമിന് കൊടുത്തായിരുന്നു ഫ്രീ ഫയർ. അതുപോലെ ഞാൻ ഓരോ ദിവസം 2, 8, 9 മണിക്കൂർ അത്ര എന്നാൽ ഞാൻ ട്രേഡിങ്ങിന് കൊടുത്തിരുന്ന ഞാൻ മാസ്റ്റർ ആയേനെ. ഈ സമയത്ത് പ്രോ ലെവലായേനെ. വലിയ അപ്ഡേറ്റും ഉണ്ടായാലും തളിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും പറയാൻ. ഇനി എന്റർടൈൻമെന്റിന് മാത്രം അത് കളിക്കും. പയ്യെ കുറയ്ക്കുക, ഡൗൺ ആക്കിയ കളി. അതാണ് ഇപ്പം വീഡിയോ വരാത്തത്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂറൊക്കെ കളിക്കുന്നുണ്ട്. ബാക്കി ട്രേഡിങ്ങിന്റെ അനാലിസിസ്, അതിന്റെ വീഡിയോ കണ്ടും പിന്നെ മാങ്ക കണ്ടും അങ്ങനെ കളി. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഇനിയെല്ലാം പോയി എഴുന്നേറ്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. കൺട്രോള് പോയിരുന്നു, ഫുള്ളെടുത്ത് പോയിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ, റെഡിയായി. അതിന്റെ കുറച്ച് ജോലി ഇനി ഞാൻ എല്ലാം എഴുതി വെക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിന്റെ വിഷയമാണ് കേട്ടോ. ഞാൻ പഠിക്കുന്നവരുടെ ട്രേഡിങ്ങിലൊക്കെ നോക്കി കേട്ടോ. അവർക്കും അങ്ങനെയാണ്. എന്തു പറയാനാ, അവരെല്ലാം എപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിട്ടിറങ്ങി, എനിക്ക് തലയൊക്കെ കറങ്ങി തുടങ്ങി. അപ്പോഴേ അവരും മാസ്റ്ററാ. നമ്മള് തുടങ്ങിയതൊക്കെ ഉള്ളത് എഴുതാൻ തുടങ്ങി. നീ എഴുതട്ടെ. നീ ബേസും ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. നീ നോക്കുക, 1 മണിക്കൂർ ഇട്ട് നോക്കുക, ഫോട്ടോ അയച്ചു കൊടുക്കുക. എൻ്റെ റെഡി ആയിട്ടുണ്ട്, ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.